പരിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി പരിപ്പ് ഇതാ വെള്ളത്തിയിട്ട് കൊവുത്ത് ഇതാ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് മിക്സിയിലിട്ട് അരിച്ചെടുക്കാം. കുറച്ചിതാ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ മിക്സിയിലിട്ട് ഇനി വെള്ളം ചേർക്കാതെയാണ് അടിക്കുന്നത്. അപ്പോൾ ഗൈസ് നല്ലോണം ഇതാ അരച്ച് വെച്ചിട്ടുണ്ട്, വെള്ളം ചേർത്തിട്ടില്ല. ഇനി നമുക്ക് നല്ലോണം പഞ്ഞിയായി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് ഇതാ പഞ്ഞി പോലെ ആയി വന്നിട്ടുണ്ട്. മിക്സ് ചെയ്യണം. അതാ ഞാൻ മിക്സ് ചെയ്ത. വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യണം. എന്നാ ചെയ്യണില്ല എന്നാ ഞാൻ മിക്സ് ചെയ്യാണ്. ഞങ്ങള് വെള്ളം ചേർത്തിട്ടില്ല. ഇപ്പോഴാണ് ജോയിൻ ചെയ്തത്. അപ്പം ഇതാ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സ്മെല്ല് പിടിക്കണില്ല. ഇതൊന്നും ഇടുവോ എടുത്ത്? അപ്പൊ ഗൈസ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് ഞാൻ വെള്ളത്തില് നല്ലോണം വെള്ളം പോയി നല്ല ഡ്രൈ ആക്കി വെച്ച് എല്ലാം മിക്സ് ചെയ്ത് അപ്പം ഗൈസ് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഷേപ്പിലാക്കി എടുക്കാം. ഞാൻ ഈ ഉള്ളി ഇടും. ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ വട ഇട്ടിട്ടുണ്ട്? ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാകുന്നത് അല്ലേ ഗൈസ്? എനിക്ക് എത്ര ഇട്ടിട്ടുണ്ട്. ഏകദേശം ഷേപ്പായി വന്നിട്ടുണ്ട്. ഉണ്ടാക്കി ഗൈസ്. ശരിക്കും ഗൈസ് അങ്ങനെ വരെ ഒരു കാണുന്നു ഗൈസ്. അതാ വീണ്. എനിക്ക് ഇവിടെ ചൂടായിരിക്കണം. ആകെ ഫാനും ഇല്ല. പിന്നെ ഈ ചൂട് ഫാൻ ഇട്ടിട്ടും പിന്നെ ഒരു വെളിച്ചവും. മറിച്ചിട്ട് ആ ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ലേ തീയ നല്ല തീയ. ഞങ്ങൾ 3 വടയാണ് ആദ്യം ഫ്രൈ ചെയ്തത്. ഉഴുന്ന് വട, പരിപ്പ് വട, വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ആയിട്ടുണ്ട്. അടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് എന്റെ സ്പെഷ്യൽ വട റെഡി. കണ്ട ഇതിന്റെ പേര് ഞാൻ പറഞ്ഞത് പരിപ്പ് വട. പരിപ്പ് വട ഗൈസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇത് വേണ്ട. നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ് കൊള്ളാം കേട്ടോ. അടിപൊളി സാധനം. കൊള്ളാമോ? അപ്പൊ ഗൈസ് ഇത് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞത് പരിപ്പിട്ടൊന്ന് വെള്ളത്തിടിച്ചിട്ട് മിക്സിയിലിട്ട് അടിക്കണം. എന്നിട്ട് അതിൽ ഉള്ളി ഇടണം. എന്താണ് പിന്നെ കറിവേപ്പില അയ്യ ജസ്റ്റ് എടുക്കാൻ വിൽക്കണം. എന്നിട്ട് പാത്രം വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ആ സാധനത്തെ ഇങ്ങനെ ഷേപ്പിലാക്കിയിട്ട് ഇടണം. എന്നിട്ട് സ്പൂൺ എടുത്ത് തര കുത്തണിട്ട് പിന്നെ പാത്രത്തില്. അങ്ങനെയാണ് ഇത് ഒങ്കാച്ചണം. ഗൈസ് നിങ്ങൾ ഇത് നോക്കണം. നല്ല വൈകിട്ടൊക്കെ ഈസിയായി ഒങ്കാച്ചാൻ പറ്റുന്ന സാധനമാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ